Upgrade Life Zone. Upgrade your mind. Upgrade your life. ഇന്നത്തെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 7 പുരാതന പാഠങ്ങൾ. പഴയ കാലത്തെ ആളുകൾ കുറവ് ബുദ്ധിയുള്ളവരല്ല, അവർക്ക് ഡിസ്ട്രാക്ഷൻ കുറവായിരുന്നു. ഇന്ന് നമ്മൾ സ്ട്രെസ്, ഓവർ തിങ്കിംഗ്, കമ്പാരിസൺ എല്ലാം കൊണ്ട് തകർന്നു പോകുമ്പോൾ ഈ 7 പുരാതന പാഠങ്ങൾ നിങ്ങളുടെ ജീവിതം ശരിയായ ട്രാക്കിലേക്ക് തിരിച്ചുകൊണ്ടുവരും. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? 1. എല്ലാം ചേസ് ചെയ്യേണ്ടതില്ല. ഓടിക്കുന്നതെല്ലാം പിടിക്കേണ്ടതില്ല. എല്ലാം ചേസ് ചെയ്താൽ ഒന്നും കിട്ടുകയില്ല. പലരും ജീവിതം മുഴുവൻ ചേസ് ചെയ്യുന്നു. വാലിഡേഷൻ, റിലേഷൻഷിപ്പ്, മണി, ഫെയിം, സക്സസ്. പക്ഷേ ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മളെ മെന്റലായി എംപ്റ്റിയാക്കും. നാം പലപ്പോഴും ലക്ഷ്യങ്ങൾ, ആളുകൾ, അവസരങ്ങൾ എന്നിവയെ പിന്തുടരാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിനായി നമ്മൾ നമ്മുടെ മനസ്സും ശരീരവും തളർത്തുന്നു. ഓരോ ദിവസവും സെൽഫ് ഇംപ്രൂവ്മെന്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ശരിയായ കാര്യങ്ങൾ സ്വയം നമ്മളെ തേടിവരും. ഉദാഹരണമായി, ഒരു നല്ല ജോലി ലഭിക്കാൻ ഡെസ്പറേറ്റ് ആകാതെ നിങ്ങളുടെ സ്കിൽസ് മെച്ചപ്പെടുത്തുക. അവസരം വരും. സത്യമെന്തെന്നാൽ നിങ്ങൾ ഇംപ്രൂവ് ആകുമ്പോൾ റൈറ്റ് തിങ്സ് അട്രാക്റ്റായി വരും. സ്വയം അപ്ഗ്രേഡ് ചെയ്യൂ. പീസ്, പീപ്പിൾ, പ്രോഗ്രസ് എല്ലാം ഫോളോ ചെയ്യും. എല്ലാം പിന്തുടരേണ്ടതില്ല. ചില കാര്യങ്ങൾ സ്വാഭാവികമായി സംഭവിക്കും. 2. മൗനം ഒരു സൂപ്പർ പവറാണ്. സൈലൻസ് മൈൻഡിനെ ഹീൽ ചെയ്യും. ഇന്നത്തെ ജീവിതത്തിൽ നോയിസ് മാത്രമാണ്. മൊബൈൽ, റീൽസ്, മെസ്സേജസ്, സ്ട്രെസ്. മൈൻഡിനൊരു ബ്രേക്ക് കിട്ടുന്നില്ല. അതിനാലാണ് ഓവർ തിങ്കിംഗ്. ഒരു ദിവസം 20 മിനിറ്റ് സൈലൻസ് പ്രാക്ടീസ് ചെയ്താൽ ഡിസിഷൻ മേക്കിംഗ് ക്ലിയർ ആകും. ദിവസത്തിൽ കുറച്ചു മിനിറ്റെങ്കിലും മൗനത്തിലിരിക്കുക. രാവിലെ കുറച്ച് സമയം ഫോണില്ലാതെ ഇരിക്കൂ. നിങ്ങൾക്ക് തന്നെ ഡിഫറൻസ് തോന്നും. നമ്മുടെ മനസ്സ് ദിവസവും നോയിസിൽ മുങ്ങിയിരിക്കുന്നു. നോട്ടിഫിക്കേഷൻസ്, കോൺവെർസേഷൻസ്, തോട്ട്സ്. മൗനം മനസ്സിനെ റീസെറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ദിവസത്തിൽ 20 മിനിറ്റ് ഫോണില്ലാതെ ശാന്തമായ ഇടത്തിരിക്കുക. ശ്വാസം ശ്രദ്ധിക്കുക. ഇത് ക്ലാരിറ്റി നൽകും, ആങ്സൈറ്റി കുറയ്ക്കും. 3. എക്സ്പെക്ടേഷൻ കുറച്ചാൽ പെയിൻ കുറയും. അവസാനത്തിൽ പെയിൻ വരുന്നത് എക്സ്പെക്ടേഷൻ കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും സന്തോഷം ചോദിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നാണ്. ഇവൻ അങ്ങനെയായിരിക്കണം, അവൾ ഇങ്ങനെ സംസാരിക്കണം. പക്ഷേ എല്ലാവരും അവരുടെ ഓൺ മൈൻഡിലാണ്. എക്സ്പെക്ടേഷൻ കുറച്ചാൽ പീസ് കൂടും. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ റിയാക്ഷൻ മാത്രം. പ്രതീക്ഷകൾ കുറച്ചാൽ മനസ്സിന് ശാന്തി ലഭിക്കും. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതെല്ലാം ലഭിക്കില്ല. അതിനാൽ ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാകും. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ കുറയ്ക്കുക. നിങ്ങളുടെ റിയാക്ഷൻ മാത്രം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക. ഉദാഹരണമായി, ഒരാൾ നിങ്ങളുടെ സന്ദേശത്തിന് റിപ്ലൈ തന്നില്ലെങ്കിൽ അതിനെ വ്യക്തിപരമായി എടുക്കേണ്ടതില്ല. 4. കോപം നിങ്ങളെ തോൽപ്പിക്കും. ആങ്കർ ഇസ് എ ഷോർട്ട്കട്ട് ടു റിഗ്രറ്റ്. കോപം വരുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ ബന്ധങ്ങളും അവസരങ്ങളും തകർക്കും. കോപത്തിലെടുത്ത തീരുമാനങ്ങൾ പലപ്പോഴും നാശം വരുത്തും. കോപം ടെമ്പററി ആയൊരു ഫീലാണെങ്കിലും അതിന്റെ ഫലങ്ങൾ സ്ഥിരമായിരിക്കും. കോപം വരുമ്പോൾ പോസ് ചെയ്യുക, ഡീപ് ബ്രീത്ത് എടുക്കുക, നടക്കുക, പിന്നീട് മറുപടി പറയുക തുടങ്ങിയവയൊക്കെ നിയന്ത്രിക്കാനുള്ള മാർഗമാണ്. കുറച്ചു സമയം മൗനം പോലും വലിയ രക്ഷയാണ്. ഫലമോ? ബന്ധങ്ങൾ രക്ഷപ്പെടും, പ്രശ്നങ്ങൾ വലുതാകാതെ തീരും. 5. കമ്പാരിസൺ സന്തോഷത്തിന്റെ ശത്രുവാണ്. കമ്പാരിസൺ ഈക്വൽസ് ഹാപ്പിനെസ് കില്ലർ. മറ്റുള്ളവരോട് കമ്പയർ ചെയ്താൽ സന്തോഷം മരിക്കും. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് കണ്ടിട്ട് നമ്മൾ ചിന്തിക്കും, എല്ലാവരും മുന്നിലാണ്, ഞാൻ മാത്രം പിന്നിലാണ്. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ നമ്മൾ പിന്നിലാണെന്ന് തോന്നാം. പക്ഷേ നിങ്ങൾ കാണുന്നത് അവരുടെ ഹൈലൈറ്റ് റീലാണ്, റിയൽ ലൈഫല്ല. പക്ഷേ ഓരോരുത്തർക്കും ജീവിതത്തിൽ ടൈമിംഗ് വ്യത്യസ്തമാണ്. റിമെമ്പർ, കമ്പാരിസൺ ഡെസ്ട്രോയ്സ് യുവർ ഹാപ്പിനെസ്. കമ്പയർ ചെയ്യണ്ട, ഇംപ്രൂവ് ചെയ്യൂ. യുവർ ഗ്രോത്ത് മാറ്റേഴ്സ്, നോട്ട് അതേഴ്സ് സ്പീഡ്. നിങ്ങളുടെ ഗ്രോത്തിനാണ് ശ്രദ്ധ നൽകേണ്ടത്. ഇന്നത്തെ നിങ്ങൾ ഇന്നലെയേക്കാൾ മെച്ചപ്പെട്ടോ എന്ന് നോക്കുക. 6. കർമ്മ മറക്കില്ല. കർമ്മ കാണുന്നു, മറക്കില്ല. പക്ഷേ യൂണിവേഴ്സിന്റെ റൂൾസ് സിമ്പിളാണ്. എനർജി റിട്ടേൺസ്. നിങ്ങൾ വിതച്ചതെല്ലാം ഒരിക്കൽ വിളവായി വരും. നിങ്ങൾ ചെയ്യുന്ന നല്ലതും ചീത്തയും തിരികെ വരും. നല്ലത് ചെയ്താൽ ഫലം ഉടൻ കാണാനാകില്ല, പക്ഷേ അതൊരിക്കൽ വരും. അതുപോലെ തെറ്റായ വഴികൾ ടെമ്പററി ബെനഫിറ്റ് തരാം, പക്ഷേ ലോങ് ടേമിൽ അത് തകർച്ചയാകും. ഇന്റഗ്രിറ്റി നിലനിർത്തുക. നല്ലത് ചെയ്യുക, ഫലത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. നല്ലത് ചെയ്യൂ, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്താൽ ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യും. 7. നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്കാക്കണം. മൈൻഡാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ റൂം. നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ എന്താണ് ഫീഡ് ചെയ്യുന്നത്? നെഗറ്റിവിറ്റി, ഹെയ്റ്റ്, ഗോസിപ്പ്, ഫിയർ. അതൊക്കെ മൈൻഡിനെ വീക്കാക്കും. പോസിറ്റീവ് ഇൻപുട്ട് ഈക്വൽസ് സ്ട്രോങ് ഔട്ട്പുട്ട്. കണ്ടന്റ് ഡീറ്റോക്സ് ചെയ്യൂ.
ഗുഡ് വീഡിയോസ്, ഗുഡ് ബുക്സ്, ഗുഡ് പീപ്പിൾ ചൂസ് ചെയ്യൂ. മനസ്സാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ റൂം. നിങ്ങൾ എന്താണ് കാണുന്നത്, കേൾക്കുന്നത്, ആരോടാണ് കൂടെയിരിക്കുന്നത്, അതെല്ലാം നിങ്ങളുടെ ചിന്തകളെ ഷെയ്പ്പ് ചെയ്യുന്നു. നെഗറ്റീവ് കണ്ടന്റ്, ടോക്സിക് കോൺവെർസേഷൻസ്, എനർജി ഡ്രെയിനിങ് പീപ്പിൾ, ഇവയിൽ നിന്ന് അകലം പാലിക്കുക. ഫലമോ പീസ്ഫുൾ മൈൻഡ്, ബെറ്റർ ഫോക്കസ്, പേർപ്പസ്ഫുൾ ലൈഫ്. ഇതൊക്കെയായിരിക്കും. പുരാതന പാഠങ്ങൾ പഴയതല്ല, ടൈംലെസ് ആണ്. ഈ പാഠങ്ങൾ പഴയതായിരിക്കാം, പക്ഷെ അവയുടെ റെലവൻസ് ഇന്നും അതേപോലെയാണ്. ഇന്നത്തെ പ്രശ്നങ്ങളെല്ലാം മോഡേൺ ആണെന്ന് തോന്നാം, പക്ഷെ സൊല്യൂഷൻ പഴയ വിസ്ഡമിലാണ്. ഈ 7 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ മൈൻഡ് കാമാകും, ഡിസിഷൻ ക്ലിയറാകും, ലൈഫ് ഡയറക്ഷൻ ശരിയാകും, ലൈഫ് അപ്ഗ്രേഡ് ആകും. ഇത്തരം മൈൻഡ്സെറ്റ് അപ്ഗ്രേഡ് വീഡിയോകൾ കൂടി വേണോ? അപ്ഗ്രേഡ് ലൈഫ് സോണിൽ സ്റ്റേ ചെയ്യൂ. ഈ 7 പാഠങ്ങളിൽ നിങ്ങളെ ഏറ്റവും ടച്ച് ചെയ്തത് ഏതാണ്? കമന്റ് ചെയ്യൂ. 1 മുതൽ 7 വരെ നമ്പർ മാത്രം മതി. നന്ദി. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ.